മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. കേരള PSCയുടെ സെപ്റ്റംബർ മാസത്തെ എക്സാം കലണ്ടർ വന്നേക്കാണ്. ഡിഗ്രി മെയിൻസ് എക്സാമും അതേപോലെ VFA എക്സാം ഒക്കെ ഈ സെപ്റ്റംബർ മാസത്തിൽ നടക്കാൻ പോകുന്നു. അതിന് മുമ്പായിട്ട് സൂപ്പർ നോട്ട്സ് എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ മിസ്സാക്കത്തില്ല, ഒരു ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ മിസ്സാക്കത്തില്ല. എപ്പോഴും എല്ലാ എക്സാമുമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി നിൽക്കാം. മാത്രമല്ല ഏറ്റവും മികച്ച കോണ്ടന്റ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. വന്നേക്കാണ് സെപ്റ്റംബർ മാസത്തെ എക്സാം കലണ്ടർ. ഞാൻ ഒരുപാട് കാത്തിരുന്ന ഒരു എക്സാം കലണ്ടറാണ് കേട്ടോ, ഡിഗ്രി മെയിൻസ് എക്സാം. ഓക്കെ, അപ്പൊ ഇവിടെ നെക്സ്റ്റ് അടിച്ചു. ഇവിടെ വേറെ ഒന്നുമില്ല. ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി, സോയിൽ സർവേ ഓഫീസർ, ജൂനിയർ പ്രോജക്ട് അസിസ്റ്റന്റ്, ബാക്ക് പോകാൻ പറ. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്. അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1, സൂപ്രണ്ട് സബ് ജയിൽ, സൂപ്പർവൈസർ ഓപ്പൺ പ്രിസൺ എക്സെട്ര, ഡയറക്ടർ റിക്രൂട്ട്മെന്റ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് വരാൻ പോകുന്ന ഡിഗ്രി മെയിൻസ് എക്സാം കാറ്റഗറി നമ്പർ 451 അസിസ്റ്റന്റ് ജയിലർ എക്സാം ആണ്. സോ അസിസ്റ്റന്റ് ജയിലർ എക്സാം നടക്കാൻ പോകുന്നത് 14/9/2026 നടക്കാൻ പോകുന്നത്. 14/9, അതായത് സെപ്റ്റംബർ മാസം 14 തീയതിയാണ് എക്സാം നടക്കാൻ പോകുന്നത്. ദെൻ ഹോൾ ടിക്കറ്റ് വരാൻ പോകുന്നത് 31/8/2026 ഹോൾ ടിക്കറ്റ് വരാൻ പോകുന്നത്. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഇവിടെ കൊടുത്തിട്ടില്ല. മെയിൻസിന്റെ എക്സാം സമയം വരുന്നത് 1.5 മണിക്കൂറാണ് എക്സാമിന്റെ സമയം വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു സിലബസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് സിലബസ് മറ്റൊരു പാർട്ടിൽ നമുക്ക് ചെയ്യാം. അതിനുശേഷം നടക്കാൻ പോകുന്നത്, അപ്പോൾ ഫസ്റ്റ് അസിസ്റ്റന്റ് ജയിലർ മെയിൻസ് എക്സാം നടക്കാൻ പോവുകയാണ് സെപ്റ്റംബറിൽ. അതിനുശേഷം നടക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 452/2025. അത് തന്നെയാണ് അസിസ്റ്റന്റ് ജയിലർ ബൈ ട്രാൻസ്ഫർ എക്സാം നടക്കാൻ പോകുന്നു. അതേപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലർ മെയിൻസ് എക്സാം നടക്കാൻ പോകുന്നു. കാറ്റഗറി നമ്പർ 453/2025. അതായത് 14/9/2026 അസിസ്റ്റന്റ് ജയിലർ എക്സാം നടക്കാൻ പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത എക്സാം കാറ്റഗറി നമ്പർ 571/2025. കാറ്റഗറി നമ്പർ 571/2025 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ നടക്കാൻ പോകുന്നു. എക്സാം ഡേറ്റ് എന്നാണ്? എക്സാം ഡേറ്റ് 19/9/2026 ശനിയാഴ്ചയാണ് എക്സാം ഡേറ്റ് വരുന്നത്. മറ്റത് ഡിഗ്രി മെയിൻസ് അസിസ്റ്റന്റ് ജയിലർ 14/9/2026 തിങ്കളാഴ്ചയാണ് ഇത് നടക്കാൻ പോകുന്നത്. 19/9/2026 ശനിയാഴ്ച VFA എക്സാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, അതേപോലെ തന്നെ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് 14 ജില്ലകളുടെ അന്ന് തന്നെയാണ് നടക്കാൻ പോകുന്നത്. 19 സെപ്റ്റംബർ 2026. ദെൻ അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത് 5/9/2026 അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത്. പിന്നെ ഓരോ ജില്ലയിലെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഒക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം വന്നിരിക്കുന്ന ഏത് ജില്ലയാണോ? വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഏറ്റവും അധികം വന്നിരിക്കുന്നത് തിരുവനന്തപുരം. 84,258 പേര് അപ്ലൈ ചെയ്തേക്കാണ്. കൊല്ലം 53,676, പത്തനംതിട്ട 22,740, ആലപ്പുഴ 37,992. ദെൻ അത് കഴിഞ്ഞ കോട്ടയം 31,228, ഇടുക്കി 19,719, അതേപോലെ തന്നെ എറണാകുളം 47,663, തൃശ്ശൂർ 49,315, പാലക്കാട് 58,142, മലപ്പുറം 57,449, കോഴിക്കോട് 56,029, വയനാട് 17,718, കണ്ണൂർ 39,710, കാസർഗോഡ് 21,976. ഇങ്ങനെയാണ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വരുന്നത്. അതിനുശേഷം വരുന്ന പ്രധാനപ്പെട്ട എക്സാം ഏതാണ്? യെസ്, ഇവിടെ വേറെ ഒന്നുമില്ല. താഴേക്ക് വന്നു. ഇവിടെ സെക്യൂരിറ്റി ഗാർഡ് നമ്മുടെ പ്രധാനപ്പെട്ട എക്സാം ഒന്നും പറയുന്നില്ല. സെയിൽസ് അസിസ്റ്റന്റ് ഫോർ NCA ഇവിടെ ഒന്നും പ്രധാനപ്പെട്ട എക്സാം വരുന്നില്ല. അതിനുശേഷം വരുന്ന ഇവിടെ കിടക്കുകയാണ് കാറ്റഗറി നമ്പർ 187/2025 എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി. അതേപോലെ തന്നെ കാറ്റഗറി നമ്പർ 188/2025 എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി ബൈ ട്രാൻസ്ഫർ എക്സാം നടക്കാൻ പോകുന്നത് 14/9/2026 എക്സാം നടക്കാൻ പോകുന്നത് 28/9/2026 തിങ്കളാഴ്ചയാണ് എക്സൈസ് ഇൻസ്പെക്ടറുടെ എക്സാം നടക്കാൻ പോകുന്നത്. അവിടെ അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത് 14/9/2026 നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടും. പരീക്ഷ നടക്കാൻ പോകുന്നത് 28 സെപ്റ്റംബർ തിങ്കളാഴ്ചയാണ് എക്സാം നടക്കാൻ പോകുന്നത്. ഓക്കെ, ബാക്കി വേറെ ബാക്കി ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ ഒന്നുമില്ല. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി വർക്കർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ്, അതായത് KSEB മസ്ദൂർ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നു. വളരെ പെട്ടെന്ന് എക്സാം നടക്കാൻ പോവുകയാണ്. അവിടെ എക്സാം നടക്കാൻ പോകുന്നത് 30/9/2026 30/9/2026 KSEB മസ്ദൂർ എക്സാം നടക്കാൻ പോകുന്നത്. 30/9/2026 ബുധനാഴ്ചയാണ് കേട്ടോ എക്സാം നടക്കുന്നത്. അതിന്റെ അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത് 16/9/2026 അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നു. വളരെ പെട്ടെന്ന് എക്സാം നടക്കാൻ പോവുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ഇവിടെ സിലബസും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇംഗ്ലീഷിലായിരിക്കും എക്സാം എന്ന്. അപ്പോൾ
അപ്പോൾ സിലബസും ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നായി പോട്ടോ, ഭയങ്കര പെട്ടെന്നായി പോയി. അതിനുശേഷം ബാക്കി ഏതെങ്കിലും എക്സാം ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പരീക്ഷകളാണ് സെപ്റ്റംബർ മാസത്തിൽ നടക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടെ ഏതൊക്കെയാണ്? അസിസ്റ്റന്റ് ജയിലർ മെയിൻസ് എക്സാം നടക്കാൻ പോകുന്നു, എക്സൈസ് ഇൻസ്പെക്ടർ മെയിൻസ് എക്സാം നടക്കാൻ പോകുന്നു, VFA നടക്കാൻ പോകുന്നു, KSEB ഇലക്ട്രിസിറ്റി വർക്കർ എക്സാം നടക്കാൻ പോകുന്നു. അങ്ങനെ 4 പ്രധാനപ്പെട്ട എക്സാമാണ് സെപ്റ്റംബർ മാസത്തിൽ നടക്കാൻ പോകുന്നത്. ഇതിലെ സന്തോഷകരമായ ഒരു വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതേപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷകൾ സെപ്റ്റംബർ മാസത്തിലും ഇല്ല. അതൊക്കെ നമുക്ക് ഒക്ടോബർ മാസത്തിൽ പ്രതീക്ഷിക്കാം. പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും മക്കളെ ഒരു മാസം കൂടെ നിങ്ങൾക്ക് കിട്ടിയൊക്കെയാണ്. സന്തോഷിച്ചോടാ, നന്നായിട്ടിരുന്ന് പഠിച്ചോ. ഈ അവസരം ദൈവം നിങ്ങൾക്ക് തന്നതാണ്. ഈ 30 ദിവസം, ആ 30 ദിവസം നന്നായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. ഇനിയും നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട്. ഓക്കെ, എനിക്ക് 3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, മുഹറവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരം മുതൽ നാളെ, മറ്റന്നാൾ, അതിന്റെ പിറ്റേന്ന്, അതായത് വ്യാഴം, വെള്ളി, ശനി 3 ദിവസങ്ങളിൽ മുഹറം ഓഫർ ഉണ്ട്. സൂപ്പർ നോട്ട്സിന്റെ ഏത് കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്താലും ഫ്ലാറ്റ് 15% ഓഫ് ഉണ്ട്. അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അടുത്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് സെക്രട്ടറി, ദെൻ അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള PCM ബാച്ച് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അത് കഴിഞ്ഞ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ മക്കളെ നമ്മുടെ മെയിൻസ് ബാച്ചിൽ ജോയിൻ ചെയ്തോ. കട്ട സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഇനി താമസിക്കേണ്ട, ഈ അവസരം നന്നായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ഫോഴ്സ് പരീക്ഷകൾ നോക്കുന്നവർ നമ്മുടെ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ ആ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും നല്ല ക്ലാസ് ആയിരിക്കും, ഏറ്റവും നല്ല നോട്ട്സ് ആയിരിക്കും. നന്നായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഈ ചാൻസ് നിങ്ങൾ മിസ്സാക്കണ്ട. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചസ് മൊത്തം കാണാൻ പറ്റും. ക്ലാസ്സിൽ കാണാൻ മക്കളെ. ഹാപ്പി.